നമസ്തേ, വെൽക്കം ടു അവർ ചാനൽ വിൽ ഓഫ് ഫോർച്യൂൺ 7/7 ടാരോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജനറലാണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഫസ്റ്റ് കാർഡ് നമുക്ക് കിട്ടിയിട്ടുള്ളത് 9 ഓഫ് സോൾസ് ആണ്. അതുപോലെ ആർക്കെങ്കിലും എൻ്റെ അടുത്ത് ഒന്ന് പേഴ്സണൈസ്ഡ് റീഡിംഗ് വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യാം കേട്ടോ. Give me one card. 6 of swords, 7 of cups. Okay. Please clarify 6 of swords. Page of swords. World. Okay. Two of swords. ഫസ്റ്റിലെ തന്നെ ഞാനൊരു കാര്യം ക്ലിയർ ആയിട്ട് പറയാം. ഇവിടെ വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ചാരിയറ്റിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. റിലേഷൻ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പാണ്. ഓക്കെ, അപ്പം കുറച്ച് കാർഡ്സ് ഞാൻ ക്ലാരിഫൈ ചെയ്യാം. വൈ ഹിയർ ഈസ് 7 of cups divine. Why here is 7 of cups? Please clarify 7 of cups. Okay. Please clarify 6 of swords. Okay. Thank you. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണ്. ഫസ്റ്റിൽ തന്നെ ഞാൻ പറയാണ്, ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണ്. നിങ്ങളും ഈ ഒരു വ്യക്തിയും ഒന്നെങ്കിൽ എബ്രോഡ് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക ഡിഫറൻസസ്, അത് വെച്ച് കഴിഞ്ഞാൽ വേറെ ഡിഫറെൻറ്റ് സിറ്റീസോ ഡിഫറെൻറ്റ് ഡിസ്ട്രിക്റ്റോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പാണ് എനിക്കിവിടെ കാണുന്നുള്ളത്. അപ്പം കുറേ മണിക്കൂറുകളോളമുള്ള യാത്രകൾ വേണ്ടി വരുന്നുണ്ടാവും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്യാൻ. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിനെ സോഷ്യൽ മീഡിയ വഴിയായിരിക്കാം പരിചയപ്പെട്ടിട്ടുള്ളത്. അപ്പം അങ്ങനെ ഇരിക്കെ എന്താണ് ഇവർ എബ്രോഡ് ആയിരിക്കും ഉള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കോളിങ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒക്കെ വഴിയായിരിക്കാം നിങ്ങൾ വീഡിയോ കോൾ ചെയ്യുക, അങ്ങനെയൊക്കെ ആയിരിക്കാം നിങ്ങൾ കൂടുതലായിട്ടും അടുത്തറിഞ്ഞിട്ടുള്ളത്. ഓക്കെ, ആ ഒരു എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്യാനുള്ളത്. അപ്പം ഈ ഒരു വ്യക്തിയുടെ പ്രസൻറ്റ് എനർജി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ വളരെയധികം ഡൗൺ ആണ് ഈ ഒരു ടൈമിൽ, വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു എനർജിയിലായിരിക്കുന്നത്. ഐ തിങ്ക് എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ഈ ഒരു വ്യക്തിയുടെ മൈൻഡിൽ ഈ ഒരു ടൈമിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് വരുമ്പോഴേക്കും അതിൻ്റെ ഒരു എൻഡിങ് ഫേസിൽ വരുമ്പോൾ വേറൊരു കാര്യം അതിലും വലിയൊരു ടാസ്ക് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പം പിന്നെ ആ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കും. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ വേറൊരു തോട്ട്സ് മൈൻഡിൽ വരും. ഇങ്ങനെ കുറേയധികം തോട്ട്സുകൾ വന്ന് ശരിക്കും ആൾക്കൊരു ഒരു ക്ലാരിറ്റി ഇല്ലാതെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ ഇങ്ങനെ ആൾ നിൽക്കുകയാണ്. കുറേ കാര്യങ്ങൾ ഇങ്ങനെ മൈൻഡിൽ വന്ന് നിന്നിട്ട് ക്ലാരിറ്റി ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ടൈമിൽ. ഇവിടെ ഇത് കണ്ടില്ലേ, ക്ലാരിറ്റി ഇമ്പോർട്ടൻ്റ്. പക്ഷേ നമുക്ക് ക്ലാരിറ്റി ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുമ്പോഴും ക്ലാരിറ്റി ആളുടെ കയ്യിലുണ്ട്. പക്ഷേ ആ ഒരു ക്ലാരിറ്റി എന്താണ്, എക്സാക്റ്റ് ആ ഒരു ക്ലാരിറ്റി എന്താണ്, അത് ഏത് കാര്യമാണെന്നുള്ള രീതിക്ക് ആൾക്കത് മനസ്സിലാക്കാനുള്ളൊരു കഴിവില്ല, അല്ലെങ്കിൽ ഒരു എബിലിറ്റി ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മളെപ്പോഴും ചിന്തിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള എല്ലാത്തിൻ്റെയും മറുപടി നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. പക്ഷേ അതിൽ ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചോദ്യങ്ങളിൽ നിന്ന് തന്നെ നമ്മുടെ കയ്യിലുള്ള ഒരു ഉത്തരം വേറൊരാളുടെ സജഷൻ്റെ ആവശ്യമില്ല. ലൈക്ക് എനിക്ക് എൻ്റെ കയ്യിലുള്ള ഒരു ചോദ്യത്തിൻ്റെ ആൻസർ വേറൊരാൾ തന്നെ ഗൈഡ് ചെയ്യണം, ഒരു ടാരോട്ട് കാർഡ് റീഡേഴ്സ് ഗൈഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ലൈറ്റ് വർക്ക് നിങ്ങൾ ആസ്ട്രോളജിസ്റ്റ് ഗൈഡ് ചെയ്യണം എന്നുള്ളതല്ല. നിങ്ങളുടെ കയ്യിലുള്ള ആൻസേഴ്സ് നിങ്ങളൊന്ന് മെഡിറ്റേഷൻ മോഡിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ സോൾ തന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷനിലൂടെ നിങ്ങളെ ഗൈഡ് ചെയ്യും. എക്സാക്റ്റ് നിങ്ങൾ എത്തിച്ചേരേണ്ട ഒരു പോയിന്റ് എന്താണ് എന്നുള്ളത്. ശരിക്കും ക്ലാരിറ്റി ഇല്ല എന്നുള്ള ഒരു തോട്ട്സ് നിങ്ങളുടെ മൈൻഡിൽ വരികയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ക്ലാരിറ്റി ഇല്ല എന്ന് പറയുമ്പോഴെപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ തന്നെ ക്ലാരിറ്റി ഉണ്ട്. പക്ഷേ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ക്ലാരിറ്റീനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ബിക്കോസ് ഓഫ് ദിസ് ഓവർ തിങ്കിങ്. ഈ ഒരു ഓവർ തിങ്കിങ് കാരണം കൊണ്ട് മൊത്തത്തിൽ ആ ഒരു തോട്ട്സിൽ നിങ്ങളിങ്ങനെ എന്താ പറയുക ആടി ഉളഞ്ഞ് നിൽക്കുകയാണ് മൊത്തത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ക്ലാരിറ്റിയെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു എബിലിറ്റി ഇല്ല, അല്ലെങ്കിൽ ആ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കഴിവായിരിക്കാം, അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് ആയിട്ടുള്ള ഒരു സ്കില്ലായിരിക്കാം, അത് നിങ്ങൾക്കില്ല എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പം ലൈക്ക് ഈ ഒരു വ്യക്തിയുടെ എനർജീസും സെയിം തന്നെയാണ്. ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഈ ഒരു വ്യക്തി അങ്ങനത്തെ ഒരു എനർജീസിലാണ്. ആൾക്കൊരു 100 കണക്കിന് തോട്ട്സുകൾ ആളുടെ മൈൻഡിലുണ്ട്, പക്ഷേ ആൾക്കതിൻ്റെ ഒരു ക്ലാരിറ്റി വരുന്നില്ല. ആ ഒരു ക്ലാരിറ്റി ആളുടെ കയ്യിലുണ്ട്, പക്ഷേ ആ ഒരു ക്ലാരിറ്റി ആൾ കാണുന്നില്ല എന്നുള്ളൊരു എനർജീസാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. അത് ബിക്കോസ് ഓഫ് ഡിപ്രഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഫിയർ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വറി കൊണ്ടായിരിക്കാം.
അല്ലെങ്കിൽ നൈറ്റിൽ എന്തെങ്കിലും ഈ ഒരു വ്യക്തി പേടിപ്പിക്കുന്ന രീതിക്കുള്ള ഒരു നൈറ്റ് മാർക്സ് കണ്ടിട്ടുണ്ടാവും. എന്തെങ്കിലും പേടി സ്വപ്നങ്ങൾ, അല്ലെങ്കിൽ എന്താ വേട്ടയാടുന്ന രീതിയിലുള്ള എന്തെങ്കിലും സ്വപ്നങ്ങൾ ഈ ഒരു വ്യക്തി കണ്ടിട്ടുണ്ടാവാം. അതിനെക്കുറിച്ചിട്ടായിരിക്കാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ റിലേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട്. സോ എന്തോ ആ ഒരു എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ലൈക്ക് ഭയങ്കരമായിട്ട് ഒരു ഡിപ്രഷൻ ഫേസിൽ നമ്മൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ആൻസൈറ്റിയിൽ വരുമ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടാത്തൊരവസ്ഥ, ആ ഒരു അവസ്ഥയിലാണ് ഈ ഒരു വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. സെക്കൻഡ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഓവറോൾ എനർജീസ് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു വ്യക്തി സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, എന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ ഒരു എനർജീസാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഈ റിലേഷനിലാണെങ്കിലും നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ റിലേഷൻഷിപ്പിൽ എന്താ പറയുക, ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു ചേഞ്ചസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എന്നോട് ചോദിക്കുകയാണ്, ഈ ഒരു നമ്മൾ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹീലിങ്ങിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഹീലിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാം. അപ്പം ഒരു ഹാർഡ്ഷിപ്പ്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു ഫിയറിനെ നമ്മൾ ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നു, നമ്മുടെ ഉള്ളിലുള്ള ഒരു പ്രോബ്ലംസിനെ നമ്മൾ എന്താ പറയുക, ഹീൽ ചെയ്യാൻ ശ്രമിക്കുന്നു. ആ ഒരു എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ ചില സാഹചര്യത്തിൽ നമുക്ക് പറയാൻ പറ്റും, നമ്മുടെ ഉള്ളിലുള്ള ഒരു പ്രശ്നത്തെ നമ്മൾ ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുകയല്ലേ. അങ്ങനത്തെ ഒരു എനർജീസും ഈ ഒരു വ്യക്തിക്കുണ്ട്. ലൈക്ക് ഇവർക്ക് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ, ആ ഒരു ഫീലിങ്സിന് ഈ ഒരു വ്യക്തി ഓടി ഒളിക്കാൻ ശ്രമിക്കുകയാണ്. അതിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ആൾ റെഡിയല്ല. ആ ഒരു എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്യുന്നത്. ഇനിയിപ്പം ഈ ഒരു എനർജി നിങ്ങളുടെ അല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ എനർജി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി ആയിരിക്കാം. ഓക്കെ, നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി ഇഷ്ടമാണെന്ന്, പക്ഷേ സ്റ്റിൽ നിങ്ങൾ ഈ ഒരു റിലേഷനിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിക്കും. ബിക്കോസ് ഓഫ് സം ട്രോമാസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിപ്രഷൻ ഇതിനു മുമ്പ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും സംതിങ് ട്രോമാസ് കൊണ്ട് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിലുള്ള ഒരു ഇഷ്ടത്തെ അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു എന്താ പറയുക, ആ ഒരു കാര്യം എന്തോ ഒന്ന് നിങ്ങളെ ബാക്കിലേക്ക് വലിക്കുന്നുണ്ട്. ആ ഒരു എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ രണ്ടുപേരും ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളാണ്. ലൈക്ക് രണ്ടുപേരും ഡിഫറെൻ്റ് ആണ്. ഒരാളുടെ ക്യാരക്ടർ ലിറ്ററലി ഒരു ഇമോഷണൽ ആണെങ്കിൽ ഒരാൾ ഭയങ്കര സ്ട്രോങ് ആണ്, ഒരാൾ ഫെമിനൻ എനർജി ആണെങ്കിൽ ഒരാൾ മസ്കുലൻ എനർജിയാണ്, ഒരാൾ പ്രാക്ടിക്കൽ ആണെങ്കിൽ ഒരു ഇമോഷണലാണ്. എനിക്ക് ഒരു എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി ബോത്ത് ഇമോഷണലുമാണ്, അതുപോലെ തന്നെ മസ്കുലൻ എനർജിയാണ്. അവർക്കൊരു ഇൻ യങ് ബാലൻസ് ഉണ്ട്. ഇവരുടെ രണ്ട് എനർജീസിനെയും ഇവർക്ക് ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഒരു എബിലിറ്റി ഉണ്ടാവും അവരുടെ ഉള്ളിൽ. ഓക്കെ, ഇവർ ഈ ഒരു റിലേഷനെ കുറിച്ച് രണ്ട് തരത്തിൽ ചിന്തിക്കുന്നുണ്ട്. നല്ലതായിട്ടുള്ള രീതിയും റിലേഷനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ബാഡ് ആയിട്ടുള്ള ഒരു സൈഡും ചിന്തിക്കുന്നുണ്ട്. ആ ഒരു എനർജീസും എനിക്കിവിടെ ഈ ഒരു വ്യക്തിയിൽ സെൻസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, യെസ് ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്കൊരു റീകൺസിലേഷൻ പോസിബിൾ ആവുമോ, ആൾ തിരിച്ചു വരുമോ എന്നൊക്കെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു വ്യക്തിയുടെ ഓവർ തിങ്കിങ് ആണ് മെയിനായിട്ടും നിങ്ങളുടെ റിലേഷനിലുള്ള ഇഷ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഓവർ തിങ്കിങ്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഇയാളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, ഇയാൾ ഹേർട്ട് ആവാത്ത രീതിയിൽ ഇയാളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ആ ഒരു എനർജീസ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു എനർജി, ആ ഒരു ഡിഫെൻസീവ് ആയിട്ടുള്ള ആ ഒരു എനർജീസാണ് ഇവിടെ മെയിനായിട്ടും ഇഷ്യൂസ് ഉണ്ടാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അതൊരു ഇല്യൂഷനാണ്. ശരിക്കും ഇവിടെ ഇത്രയും വലിയൊരു ഡിഫെൻസീവ് എന്നുള്ള ഒരു എനർജിയിൽ നിൽക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഒരു ഇല്യൂഷൻ എന്നുള്ളൊരു എനർജി ഇതിന് വെളിയിൽ വരാൻ പറ്റും. ഇതൊരു ഇല്യൂഷൻ, ജസ്റ്റ് എല്ലാം ഒരു ഇല്യൂഷനാണ്. പക്ഷെ അത് ആളതിന് ട്രൈ ചെയ്യുന്നില്ല എന്നുള്ളതായിരുന്നു. നമുക്ക് ആരെയും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. ഓരോരുത്തരുടെ മാനസികാവസ്ഥയാണ്. എല്ലാവരും ഒരുപോലെ സ്ട്രോങ് മൈൻഡ് പവർ ഉള്ള ആളുകളാവണം എന്ന് ഇല്ല. ഓക്കെ, സോ ഒരു എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഈ ഒരു വ്യക്തിക്ക് ഇവിടെ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട്, ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്, ഇവർ ചെറിയ രീതിക്കൊക്കെ ഹീൽ ആവുന്നുണ്ട്. എനിക്ക് ആ ഒരു എനർജീസാണ്. ബിക്കോസ് അത് നിങ്ങൾ ഈ ഒരു എനർജിയിലായിട്ടുണ്ട്, ക്യൂൻ ഓഫ് സോർട്സിൻ്റെ എനർജിയിലായിട്ടുണ്ട്. ഇതുകൊണ്ടാണ് ഇവരിവിടെ ഹീൽ ആവുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈക്ക് ഇവർക്ക് മനസ്സിലായി നിങ്ങൾ ഇനി അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡിൽ ഉറച്ച് നിൽക്കുകയാണെന്നുള്ളൊരു റിയലൈസേഷൻ ആൾക്കുണ്ടായപ്പോൾ എന്ത് സംഭവിച്ചു? റിലേഷൻഷിപ്പ് കളിമാറി, റിലേഷൻഷിപ്പിൻ്റെ എനർജി ചേഞ്ചായി, നിങ്ങളുടെ കോർട്ടിൽ ബോൾ വന്നു. ഈ ഒരു വ്യക്തി ശരിക്കും ആ ഒരു ഡൗൺ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. ഇതാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്ന് പറയുന്നത്. ഈ റിലേഷനെ കുറിച്ചിട്ടൊക്കെ ഈ ഒരു വ്യക്തി ചിന്തിച്ചിട്ടുള്ള കാര്യം ഇതായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഫീഡ്ബാക്ക്സ് ചാനലിനെ കുറിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഷെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. താങ്ക്